വന്നിട്ടുള്ളത് വിത്ത് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുകയാണ്. വിത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക, വെള്ളത്തിന് അംശമില്ലാത്ത ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ, ഇതാണ് 1/8 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് വെച്ച് കൊടുക്കുക. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിന്റെ ബ്ലേഡ് ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചിട്ട് ക്ലിപ്പ് കൊടുക്കുക. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകരുത്. നമുക്കിത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ എസൻസും ആ സോൾട്ടും ആ മുട്ടയിലൊന്ന് പിടിക്കാനാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക കേട്ടോ. 1/2 കപ്പില് പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇതാ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര. ഇത് ഒന്നിച്ചല്ല, കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ചല്ല, കുറച്ച് പാർട്ട് ഇട്ടിട്ട് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്പീഡിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് ബീറ്റ് ചെയ്യുമ്പോ നമ്മളെ എഗ്ഗിന്റെ കളർ മാറുന്ന നമുക്ക് മനസ്സിലാവുന്നില്ലേ? യെല്ലോ മാറിയിട്ട് ഒരു വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് സ്പഞ്ച് ഹൈറ്റിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തേർഡ് സ്പീഡിൽ ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ നമ്മളെ എഗ്ഗ് നല്ല ബീറ്റ് ആയിട്ടുണ്ട്. എഗ്ഗും പഞ്ചസാരയും കൂടെ നല്ല ബീറ്റ് ആയി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നോക്കുക, പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടോ. ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്റെ കയ്യില് 1 ടേബിൾ സ്പൂണും അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ ഫുൾ ഒഴിക്കുക, പിന്നെ അതിന്റെ പകുതി ഒരു അരഭാഗം ആക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഒന്നൊഴിച്ചു, പിന്നെ അങ്ങനെ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പഞ്ചസാര നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ആ ഓയിൽ അതിലേക്ക് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഓവർ ബീറ്റിംഗ് ആകരുത്. മതി. ഇനി നമുക്ക് ബ്ലേഡിന്റെ ബീറ്ററിന്റെ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ മാറ്റാം. അടുത്തത് നമ്മള് ഇതിലേക്ക് എടുത്തരിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാം കേട്ടോ. അപ്പൊ അതായത് ഒരു സ്പൂൺ എടുത്ത് കുറച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ഒരു ഭാഗത്തിന് ഇടരുത്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പാച്ചില ഉണ്ടല്ലോ, ഈ സ്പാച്ചില വെച്ചിട്ട് സ്ലോ ആയിട്ട് പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇതാ സൈഡ് കൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യാം. ഇതുപോലെ സൈഡിലൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യുക. ഇതിനാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുക കേട്ടോ.
അതൊക്കെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത പാട്ടിട്ടൊക്കെ ഇതൊരു 4-5 പ്രാവശ്യം ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ടൈറ്റ് ആണ് തോന്നുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസ് ആക്കി കൊടുക്കാം കേട്ടോ. ലൂസ് എന്ന് പറഞ്ഞാൽ റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മളെ ബാറ്റർ വേണ്ടത്. അപ്പൊ അതൊക്കെ സ്ലോ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗങ്ങൾ സ്പീഡ് കൂടുമ്പോഴാണ് നമ്മളെ കേക്ക് ഹൈറ്റ് ഇല്ലാതാകുന്നത് കേട്ടോ. എനിക്ക് വെള്ളത്തിന്റെ പാലിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞാനിതാ ഫുള്ളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 പാട്ടാക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് എടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.